ഇന്ന് 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഹൃദ്യമായ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വിളക്കുമൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നലെ എന്തായാലും രാമായണ പാരായണമൊക്കെ ഏകദേശം ഞാൻ തീർത്തു. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ നേരെ ഞാൻ അമ്പലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇനി കാണാം. അങ്ങനെ പതിവ് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ നേമം ജംഗ്ഷനിലുള്ള ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടേ ചെറിയ പൊടിച്ച് മഴ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴയുണ്ട്. പക്ഷെ എന്നാലും ഈ 5 മണി 5:30 മണി സമയത്ത് ഈ റോഡിലെ കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ഷേത്രമെന്ന് പറയുന്നത് ശ്രീ രക്തചാമുണ്ടേശ്വരി ക്ഷേത്രം തോട്ടത്ത്, അതായത് പാപ്പനംകോടിന് ശക്കലം, പാപ്പനംകോട് എത്തണ്ട, പാപ്പനംകോടിന് തൊട്ടിപ്പുറത്തായിട്ട് തോട്ടത്ത് തുലവിള ശ്രീ രക്തചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നാണ് എൻ്റെ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ അമ്പലത്തിൽ വന്നങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ജോലിയിലോട്ട് കടക്കണം. ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള പ്രവേശന കവാടം. കണ്ടില്ലേ, ആ ഗോപുരമൊക്കെ ഞാൻ കടന്ന് അകത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഓഫീസ് റൂമിൻ്റെ മുന്നിലുള്ള ഒരു ബോർഡാണ് തോട്ടത്ത് ശ്രീ രക്തചാമുണ്ടേശ്വരി ക്ഷേത്രം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഇവിടെയാണ് പൂജ കഴിക്കുന്നത്. ഇതാണ് എൻ്റെ അമ്പലം. നല്ല അടിപൊളിയായിട്ട് ചിങ്ങമാസം 1-ാം തീയതി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ രാവിലെ അഭിഷേകമൊക്കെ കഴിഞ്ഞു, ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇവിടെ പൊങ്കാല ഇടുന്ന കുറച്ച് സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ക്ഷേത്രത്തിന് ചുറ്റിനും പൂമാലകളൊക്കെ കൊണ്ട് ശരം കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ച് കുറച്ച് മനോഹരമൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 6 പണി കിട്ടി. അതായത് ഇവിടെ റെയിൽവേയുടെ പാലം പണി നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റിയില്ല. പിന്നെ അവസാനം ഇതുവഴി ഒരു ഊടുവഴിയുണ്ട്, അതായത് കണ്ടില്ലേ ഈ ഊടുവഴി, പിന്നെ കാണുന്ന ഊടുവഴി കറങ്ങി തിരിച്ചാണ് ഞാൻ പോയത്. റെയിൽവേയുടെ വൻ വികസന പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ നേമത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി ഒന്ന് സജീവമാകുന്നിടം വരെ, അല്ലെങ്കിൽ ഇതൊന്ന് പദ്ധതി തീരുന്നിടം വരെ ഇവിടെ ഈ പാലത്തിന് ഇപ്പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അത് പൊട്ടിയിട്ട് ആളുകളൊക്കെ വന്നിട്ട് എന്താണ് സംഭവം എന്നുള്ളത് അവിടുത്തെ എഞ്ചിനീയർമാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ സംസാരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വലിയ കുഴി എടുത്തിട്ടിരിക്കുക, കണ്ടോ. അപ്പോൾ ആ കുഴിയുടെ അടിയിൽ പൈപ്പ് ലൈൻ എന്തോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും പ്രോപ്പറായിട്ട് അതൊക്കെ മാറ്റിയിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പുറത്ത് കാണുന്ന പാലമാണ് ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത്. അത് പൊളിച്ച് മാറ്റിയിട്ട് ഇതിപ്പോൾ നല്ല വീതിയിൽ വലിയ പാലമായിട്ട് ഉണ്ടാക്കും. അപ്പം നല്ല വികസനമൊക്കെ വരും, കാര്യം ശരിയാണ്. പക്ഷേ താൽക്കാലികമായിട്ട് ഈ വികസനം വരുന്നിടം വരെ നമ്മളെങ്ങനെ ജീവിക്കും? അതാണൊരു ചെറിയ പ്രശ്നം. ആ കാണുന്ന വഴി ഇങ്ങോട്ട് വരുന്നതാണ് എൻ്റെ ഇതുവഴിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴി. ഇവിടുന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞ് വേണം പോവാൻ. ഇതുകൊണ്ടല്ലേ JCB ഒക്കെ ഇട്ട് മണ്ണെടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവർ മണ്ണെടുപ്പ് ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. കാരണം നാട്ടുകാരുടെ പ്രതിഷേധം ചെറിയ തോതിലുണ്ട്. കാരണം അവർ പറയുന്നത് സത്യമായ ഒരു കാര്യമാണ്. കാരണം ഇത് ശരിയല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകൾ കാണുമല്ലോ ഇഷ്ടം പോലെ താപ്പോട്ടെ. അപ്പം അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതങ്ങോട്ട് കുഴിയൊക്കെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേണ്ടല്ലോ ഈ റോഡൊക്കെ ചെളിക്കുണ്ടായിട്ട് മാറിയിരിക്കുക. ഇതുവഴി നമുക്ക് സത്യം പറയാൻ നടന്നു പോലും പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ റെയിൽവേയുടെ വികസനം വന്നു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇത് ഈ നേമത്തിൻ്റെ മുഖം തന്നെ മാറും. കാരണം അത്രയ്ക്ക് വലിയൊരു വികസനമാണ് വരുന്നത്.
ഇപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് ശരിക്കും നിയമം എന്ന് പറയുന്നത് ഒരു അതായത് തിരുവനന്തപുരം സെൻട്രൽ പിന്നെ സ്റ്റേഷൻ്റെ ഒരു സോണായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് ഇവിടെയൊക്കെ നല്ല എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഇപ്പം അതായത് എങ്ങോട്ട് പോകണമെങ്കിലും ഇപ്പം നമുക്ക് നോർത്തിലോട്ട് പോകണമെങ്കിലും സൗത്തിലോട്ട് പോകണമെങ്കിലും പിന്നെ ഒരു മെയിൻ സ്റ്റേഷനായിട്ട് മാറും ഈ നേമം എന്ന് പറയുന്നത്. ഷണ്ടിങ് സ്റ്റേഷനും കൂടെ ആയിരിക്കും. ഇവിടെ ഇപ്പം നമ്മളെയൊക്കെ കഷ്ടതയെന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി. പക്ഷേ അത് കറക്റ്റായിട്ട് അവർ വേറെ അതിനുള്ള പർപ്പസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുടിവെള്ളത്തിൻ്റെ ലൈനൊന്നും മാറ്റിയിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റും ലൈനും കാര്യങ്ങളൊക്കെ മാറ്റി. പക്ഷേ ഇപ്പോൾ താഴെയുള്ള അതായത് ഇതിന് ഈ പാലത്തിന് ഇപ്പുറത്തോട്ടുള്ളവർക്കൊന്നും ഇപ്പോൾ കുടിവെള്ളമില്ല. അപ്പോൾ അതിൻ്റെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അതിപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിൽക്കുന്നു. കാരണം കൊച്ചു കുട്ടികളും ഒക്കെ ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനിയിപ്പം എന്ത് ചെയ്യുമെന്തോ നാട്ടുകാരൊക്കെ കൂടി അവിടെ പിന്നെ അധികൃതരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഇനിയും ഈ പാലത്തിൻ്റെ പണിയൊന്ന് പൂർത്തീകരിക്കുന്നിടം വരെ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.